യു.ഡി.എഫിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് അവകാശികൾ കൂടുകയാണ്. മുഖ്യമന്ത്രി കസേരയെ ചൊല്ലി കോൺഗ്രസിൽ പോര് രൂക്ഷമായിരിക്കെ പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന പരസ്യ പ്രസ്താവനയുമായി എസ്.എം.എഫ്. നേതാവ് അസ്ലം മഷ്ഹൂർ. ചെമ്മാട് ദാറുൽ ഹുദയിൽ നടന്ന എസ്.എം.എഫ്. ഗോൾഡൻ ജൂബിലി പ്രഖ്യാപന വേദിയിലായിരുന്നു മഷ്റൂമിന്റെ പ്രതികരണം. അൽഹംദുലില്ലാ, ഈ സമയം എനിക്ക് തന്നത് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അതുപോലെ തന്നെ 4-ാം തീയതി ദുബൈയിലെ പെട്ടി പൊളിക്കുകയാണ്. അത് ഇൻഷാ അല്ലാഹ് അള്ളാഹു ഹൈറാക്കി തരട്ടെ. നമ്മളെ ബഹുമാനപ്പെട്ട ഇനി അടുത്തതിന് വരുമ്പോൾ മുഖ്യമന്ത്രി ആയിട്ട് വരട്ടെ നമ്മൾ കുഞ്ഞാലിക്കുട്ടി. ഇൻഷാ അല്ലാഹ് എല്ലാം ഇത്രേ പറയാനുള്ളൂ. വരുന്നിട്ട് കാണാം. 4-ാം തീയതി ഞാൻ പാണക്കാടുണ്ടാവും. പി.ജെ. അരുൺ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. അരുൺ, ഈ മുസ്ലിം സുന്നി ഫെഡറേഷൻ അങ്ങനെയാണെന്ന് തോന്നുന്നു ഈ എസ്.എം.എഫിൻ്റെ പൂർണ്ണരൂപം. അപ്പോൾ അവരുടെ ഒരു ആവശ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം വേണം, പി.കെ. കുഞ്ഞാലിക്കുട്ടി തന്നെ മുഖ്യമന്ത്രിയാകണം. എന്തൊക്കെയാണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? ഷമി, കോൺഗ്രസിൽ തന്നെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പിടിവലിയും സംഘർഷവും തുടരുന്നതിന്റെ ഇടയിലാണ് ഇപ്പോൾ ഈ മുസ്ലിം ലീഗിന് ഇടയിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിശബ്ദത, ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളിൽ ഉണ്ടാവുന്നത്. നേരത്തെ നമുക്കറിയാം, പല കോണുകളിൽ നിന്നായി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പല നേതൃത്വ നിരയിൽ ഉള്ളവർ തന്നെ പല രീതിയിലുള്ള അവകാശവാദങ്ങളും മറ്റും ഉന്നയിക്കുന്നു. അതിനെല്ലാം ഇടയിലാണ് മുസ്ലിം ലീഗിന്റെ ഒരു പ്രധാനപ്പെട്ട പോഷക സംഘടനയുടെ ചടങ്ങിൽ ഇതിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഉണ്ടാവുന്നത്, അയാളുടെ ഒരു അഭിപ്രായം ഉണ്ടാവുന്നത് അടുത്ത മുഖ്യമന്ത്രി കുഞ്ഞാലിക്കുട്ടി ആവണമെന്നാണ് സുന്നി മഹൽ ഫെഡറേഷൻ നേതാവ് അസ്ലം മഷൂർ തങ്ങളുടെ ആഗ്രഹം. ചെമ്മാട് ദാറുൽ ഹുദയിൽ നടന്ന എസ്.എം.എഫിന്റെ ഗോൾഡൻ ജൂബിലി പ്രഖ്യാപന വേദിയിലായിരുന്നു ഈ ഒരു അദ്ദേഹത്തിന്റെ ആഗ്രഹം ഈ ഒരു പരിപാടികളിൽ കൂടിയിരിക്കുന്നവരുടെയും നേതാക്കളുടെയും മുന്നിൽ പ്രകടിപ്പിച്ചത്. പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ വേദിയിലിരുത്തിയാണ് അദ്ദേഹം ഇങ്ങനൊരു പരാമർശം നടത്തിയത്. മുസ്ലിം ലീഗിന്റെ പാണക്കാട് പ്രസിഡന്റ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ അടക്കം മുതിർന്ന മുസ്ലിം ലീഗ് നേതാക്കളെല്ലാം സന്നിഹിതരായിരുന്നു. തങ്ങളിന് ശേഷവും ഈ ഇതുപോലെയുള്ള മുതിർന്ന നേതാക്കളെല്ലാം സംസാരിക്കാനും ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ പോലും എസ്.എം.എഫ്. ഭാരവാഹിയുടെ പരാമർശം ആരും തിരുത്തിയതുമില്ല. അതിൽ ഒരു തികഞ്ഞ ഒരു നിശബ്ദത തന്നെയാണ് പാലിച്ചത്. എന്തായാലും തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ, ഇനി ഒരാഴ്ച മാത്രമാണ് നിയമസഭയുടെ ഈ ഒരു ഫലം പുറത്തു വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യു.ഡി.എഫിൽ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചർച്ചയായിരിക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പിടിവലിയും വാഗ്വാദങ്ങളുമായിരിക്കും ചൂടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അണികൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നേതാക്കൾ തമ്മിലുള്ള വാഗ്വാദങ്ങളിലും അവകാശവാദങ്ങളിലും എന്തായാലും പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള ക്ലെയിം യു.ഡി.എഫിൽ ഉയർന്നു വരുന്നുണ്ട്. അതിന് എത്രമാത്രം പിന്തുണ കിട്ടും എന്നുള്ളത് പിന്നത്തെ കാര്യം.